ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച് തങ്ങളുടെ പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കപ്പലുകൾക്ക് ചുങ്കം ചുമത്തുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നീക്കം ഇറാൻ ആരംഭിച്ചിരുന്നു. അവർ പാർലമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിയമമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ഒരു പുതിയ ലോകക്രമം തന്നെ തങ്ങൾ നിലവിൽ വരുത്തുമെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കിയത്. കരാറിന് തയ്യാറായില്ലെങ്കിൽ ഇറാൻ വളരെ മോശം സമയത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ട്രംപിൻ്റെ മുന്നറിയിപ്പുകൾക്കിടയിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇറാൻ കടക്കുന്നത് എന്നുള്ളത് നിർണായകമാണ്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമുസിലെ നിയന്ത്രണം അവരുടെ കൈവശമുണ്ട്. ഇപ്പോഴും അവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രമാണ് കടത്തിവിടുന്നത്. അമേരിക്കയും അവിടെ ചില ക്രമീകരണങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് പുതിയ പ്ലാൻ ഇറാൻ്റേത്, പ്രത്യേകിച്ചും സമാധാന ചർച്ചകൾ എങ്ങും എത്താത്ത പശ്ചാത്തലത്തിൽ? രഞ്ജിത്ത്, ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ച് ഇപ്പോഴും പിടിവലികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക അവകാശപ്പെടുന്നത് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും US-ന്റെ നിയന്ത്രണത്തിലാണ്. ഇപ്പോഴും അതുവഴി കപ്പലുകൾ സുഗമമായി കടന്നുപോകുന്നു. ഇറാന്റെ കപ്പലുകൾ മാത്രമാണ് തങ്ങൾ അവിടെ തടയുന്നത് എന്നാണ് US പറയുന്നത്. എന്നാൽ ഇറാൻ പറയുന്നത് ഹോർമുസ് കടലിടുക്കിലുള്ള US-ന്റെ പദ്ധതികൾ പൂർണ്ണമായി പരാജയപ്പെട്ടു, അത് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഇറാൻ അവിടെ ടോൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നുമാണ് അവരുടെ ഭരണാധികാരികൾ നിലവിൽ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ പുതിയൊരു കപ്പൽ ഗതാഗത പാത തന്നെ പുറത്തുവിടാനുള്ള ഒരുക്കത്തിലാണ്. അതായത് ഇറാൻ, നമുക്കറിയാം, ഹോർമുസ് കടലിടുക്കിൽ പല കപ്പലുകൾക്കും ടോൾ ഈടാക്കുന്നുണ്ട്. ഈ ടോൾ ഈടാക്കുന്നില്ല, ഈ US-ന്റെ നിർദ്ദേശത്തെ തുടർന്ന് പല കപ്പലുകളും ഇറാൻ ടോൾ കൊടുക്കാതെയാണ് ഹോർമുസ് കടലിടുക്ക് കടക്കുന്നതെന്ന് ട്രംപ് പലതവണ വ്യക്തമാക്കിയതാണ്. പക്ഷെ നമുക്കറിയാം, ഹോർമുസ് കടലിടുക്കിലെ ടോള് ഇപ്പോൾ നിലവിൽ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ ഇറാന് പല കപ്പലുകളിൽ നിന്നും ടോൾ ഈടാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ പുതിയൊരു കപ്പൽ പാത നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യുന്ന എല്ലാ കപ്പലുകളും ഇറാൻ നിർദ്ദേശിക്കുന്ന പാതയിലൂടെ വേണം യാത്ര ചെയ്യാൻ. അതായത് ഇപ്പോൾ കൂടുതൽ ഇറാൻ മേഖലയോടടുത്ത്, ഇറാന്റെ തെക്കൻ മേഖലകളിലായിട്ട് ഈ ഖാർ ദ്വീപിന് സമാനമായിട്ടുള്ള ചില ദ്വീപ സമൂഹങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ദ്വീപിൽ വെച്ചായിരിക്കും ഇറാൻ ഈ ടോൾ പിരിക്കുന്നത് നടപ്പിലാക്കുക. അപ്പോൾ ഈ ദ്വീപ് വഴി കടന്നു പോകുന്ന രീതിയിലായിരിക്കും ഈ കപ്പലുകൾക്ക് പുതിയ ഗതാഗത പാത അറേഞ്ച് ചെയ്യുന്നതെന്നാണ് നമുക്ക് നിലവിൽ വിവരം ലഭിക്കുന്നത്. ഇറാൻ തങ്ങൾ ഈ നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ ഇപ്പോൾ മുഴുവൻ രാജ്യങ്ങളും ഒരു പുതിയ ലോകക്രമത്തിലേക്ക് കടക്കുകയാണെന്നാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ കാലിബാഫ് പറയുന്നത്. എന്നാൽ ഇറാൻ കരാറിന് തയ്യാറാകാതെ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് വളരെ മോശം സമയത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. തീർച്ചയായും. അതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. ഇറാന് നേരെ ഓപ്പറേഷൻ ഫ്യൂറി 2.0 നടത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ട്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിയതിന് പിന്നാലെ ഉണ്ടായ നയതന്ത്ര സ്തംഭനാവസ്ഥയെ മറികടക്കാൻ വ്യോമാക്രമണം പുനരാരംഭിക്കാൻ ട്രംപും ഉന്നത വൃത്തങ്ങളും ആസൂത്രണം നടത്തുന്നതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് ആണ്. ഒത്തുതീർപ്പിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കി ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറപ്പിക്കുക എന്ന ലക്ഷ്യങ്ങളാണ് മറ്റു രാജ്യങ്ങളുടെ ഭാഗത്ത് ഉണ്ടെങ്കിലും ട്രംപ് അയയാതെ ആക്രമണം തുടരും എന്നുള്ള മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്നു, അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. അജയ്, അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. കാരണം അമ്പയെ പരാജയപ്പെട്ട ഒരു പ്രസിഡന്റാണ്, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇറാനെ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള നീക്കങ്ങൾ ഇനിയിപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ശ്രമമായി ഒരുപക്ഷെ ട്രംപ് നടത്തിയേക്കാം. തീർച്ചയായിട്ടും ട്രംപിന്റെ ഒരു അവസാനത്തെ തുറുപ്പുചീട്ട് തന്നെയാണ് ഇത്തരമൊരു ഭീഷണികളെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം അദ്ദേഹം ചൈനയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഇറാന് നേരെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ആക്രമണം പുനരാരംഭിക്കാം എന്നുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അതിനുള്ള സാധ്യതകളാണ് പലരും എടുത്തു സൂചിപ്പിക്കുന്നത്. വൈറ്റ് ഹൗസ് ട്രംപുമായി അടുത്ത ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് നിലവിൽ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ച നിർദ്ദേശം തള്ളിക്കളഞ്ഞതോടെ ഒരു സമവായത്തിനുള്ള സാധ്യതകൾ പൂർണ്ണമായി അടഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാനിൽ വെച്ച് നടന്ന ചർച്ചകളും നിലവിൽ മുടങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഘട്ട ചർച്ചകൾ നിലവിൽ ഒന്നും തന്നെ നടക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇറാൻ ഒട്ടും തന്നെ അയയുന്നില്ല. അവർ തങ്ങളുടെ പഴയ ഉപാധികൾ അത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഒരു ആക്രമണം അത് വീണ്ടും പുനരാരംഭിച്ച് ഇറാനിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തി കൂടുതൽ നേതാക്കളെ ഉൾപ്പെടെ കൊലപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ അവർ
US-ന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒരു വിലയിരുത്തലിലേക്ക് ട്രംപ് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയുടെ ഒരു രണ്ടാം പതിപ്പ് ഫ്യൂരി 2.0 നടപ്പിലാക്കാൻ അമേരിക്ക തുനിയുന്നത്. എന്നാൽ ഇതിപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ച ഒരു വാർത്തയല്ല. ട്രംപിൻ്റെ ചില അടുത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ, ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള വിവരം മാത്രമാണ്. പക്ഷേ ചർച്ചകളൊന്നും നടക്കാതെ ഇരു രാഷ്ട്രങ്ങളിലെ നേതാക്കൾ മുഖം തിരിച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ അതിലേക്ക് തന്നെയാണ് ഒരു സാധ്യത വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായും അത്തരമൊരു സാധ്യതകൾ വേണമെങ്കിൽ തള്ളിക്കളയാവുന്നതല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് IS ആഗോള ശൃംഖലയിലെ രണ്ടാമനും ഏറ്റവും അപകടകാരിയുമായ ഭീകരൻ അബു ബിലാൽ അൽ മിനുക്കിയെ വധിച്ചതായുള്ള ട്രംപിൻ്റെ പ്രസ്താവനയാണ്. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇദ്ദേഹം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനെ തുടർന്ന് നൈജീരിയയിൽ വെച്ച് തന്നെ അമേരിക്കൻ പ്രത്യേക സേനയും നൈജീരിയൻ സൈന്യവും സംയുക്തമായി നടത്തിയ അതീവ രഹസ്യവും സങ്കീർണവുമായ ഒരു സൈനിക നീക്കത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത്. തൻ്റെ നേരിട്ടുള്ള ഉത്തരവിൽ ഇരു സേനകളും ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ട്രംപ് ഔദ്യോഗികമായി തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കുകയാണ്. ഇയാൾ ആഗോളതലത്തിൽ IS-ന്റെ പ്രവർത്തനങ്ങളെ ദീർഘകാലമായി ഏകോപിപ്പിച്ചിരുന്ന ഒരാളാണ്. ഇയാൾ ആഫ്രിക്കയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ഓരോ നീക്കവും അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്നും ട്രംപ് വെളിപ്പെടുത്തി. ഇയാൾ വിചാരിച്ചിരുന്ന ആഫ്രിക്കയിൽ ഒളിച്ചിരിക്കാമെന്നാണ്. പക്ഷേ എല്ലാ വിവരങ്ങളും ചോർത്തി തരാൻ വിശ്വസ്തരായ ഉറവിടങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് അവൻ അറിഞ്ഞില്ല എന്നാണ് ട്രംപ് എക്സിൽ കുറിച്ചിരിക്കുന്നത്. 2023 മുതൽ അമേരിക്ക ഇയാൾക്ക് മേൽ കടുത്ത ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്ന ഒരാളാണ്. ആഫ്രിക്കൻ ജനതയെ വലിയ തോതിൽ ഇയാളുടെ ഒരു സാന്നിധ്യമൊക്കെ ഭീഷണിയിലാഴ്ത്തിയിരുന്നു. അജയ്, IS-ന്റെ വേര് പല സ്ഥലങ്ങളിലുമുണ്ട്. പക്ഷേ ഇയാളുടെ വധത്തോടുകൂടി IS പൂർണ്ണമായും തകർന്നുവെന്നാണ് ഇപ്പോൾ അമേരിക്ക എങ്കിലും വിശ്വസിക്കുന്നത്. കടുത്ത പ്രഹരമാണ്, സംശയമില്ല. എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? അമേരിക്കയുടെ ഒരു വിജയമായി കാണാമോ ഇതിനെ? നമുക്കിപ്പോൾ അതിനെ പൂർണ്ണമായി അത്തരത്തിൽ വിലയിരുത്താനായിട്ടില്ല. കാരണം മുൻപ് ഇപ്പോൾ ഈ പല ആക്രമണങ്ങളും അമേരിക്ക ഇതുപോലെ സമാനമായിട്ട് പല ഭീകരർക്കും എതിരെ നടത്തിയിരുന്നു. ഒസാമ ബിൻ ലാദൻ്റെ മരണം ഇതിനു മുൻപേ വലിയ തോതിൽ അമേരിക്ക കൊട്ടിഘോഷിച്ച ഒരു വധമായിരുന്നു. പക്ഷേ ബിൻ ലാദൻ്റെ വധത്തിന് ശേഷം ഈ ലോകത്തുള്ള അൽ ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾ അത് ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും എന്നാണ് അമേരിക്ക പറഞ്ഞിരുന്നത്. പക്ഷേ അൽ ഖ്വയ്ദയ്ക്ക് അത്തരമൊരു നേതാവിൻ്റെ നാശം ഉണ്ടായതിനു ശേഷം അവർ തന്നെ പല ചെറു ഗ്രൂപ്പുകളായിട്ട് പല രാജ്യങ്ങളിലേക്കും പൊട്ടിപ്പിരിഞ്ഞ് പോവുകയാണ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൂടെയാണ് IS ഉൾപ്പെടെ കൂടുതൽ ശക്തമാകുന്ന ഒരു നടപടിയിലേക്ക് പോയത്. അതുപോലെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ താലിബാൻ ഭരണകൂടം അതിനുശേഷമാണ് പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തുകയുൾപ്പെടെ ചെയ്തത്. അപ്പോൾ അത്തരമൊരു നേതാവ്, അതായത് അൽ ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു പോയിരുന്ന ബിൻ ലാദനെ പോലെ ഒരു നേതാവിൻ്റെ വധത്തോടെ അവർ ചെറു ഗ്രൂപ്പുകളായി അവരുടെ പ്രവർത്തനങ്ങൾ അമേരിക്കയ്ക്ക് ട്രാക്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഒരു മൈക്രോ ഓർഗാനിക് സെറ്റപ്പിലേക്ക് മാറി. അപ്പോൾ ഇത്തരം ഒരു പ്രധാനപ്പെട്ട നേതാക്കളുടെ വധത്തോടെ ഇത്തരം ചില ഒരു അനിഷ്ട സംഭവങ്ങൾ കൂടി നടക്കുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ ഒരു നേതാവിൻ്റെ വധത്തോടെ എന്തായാലും ഇത്തരമൊരു സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ അത് കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാഴ്ചയാണത്. അതെ, അജയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മറ്റൊന്ന്, ഹമാസിൻ്റെ സൈനിക വിഭാഗം മേധാവിയായ ഇസ്രാ അൽ ദിൻ അൽ ഹദ്ദാദിനെ ഇസ്രായേൽ സേന വധിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. IDF-ന്റെ വലിയൊരു ഓപ്പറേഷനിലാണ് ഇയാളെ കൊലപ്പെടുത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗാസ സിറ്റിയിൽ ഇന്നലെ നടന്ന വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ കൂടി IDF അവകാശപ്പെടുന്നുണ്ട്. ഒക്ടോബർ 7 നമുക്കറിയാം ഇസ്രായേൽ നേരെ നടന്ന വലിയൊരു ആക്രമണം. അതിൽ ആയിരക്കണക്കിന് ഇസ്രായേലികൾ കൊല്ലപ്പെടുന്നു. തുടർന്ന് ഹമാസുമായുള്ള യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഇതിൽ പങ്കുവഹിച്ച ഒരാളാണ് ഇയാളെന്നും IDF വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലുകാരെയൊക്കെ ബന്ദികളാക്കിയ സ്ഥലം പൂർണ്ണമായും ഇയാളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഈ ബന്ദികളെ ഉപയോഗിച്ച് മനുഷ്യ കവചം തീർത്താണ് ഇയാൾ പലപ്പോഴും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇയാൾക്കൊപ്പം മറ്റ് 2 ഹമാസിന്റെ നേതാക്കൾ കൂടി കൊല്ലപ്പെട്ടു വ്യത്യസ്ത ആക്രമണങ്ങളിൽ എന്ന് IDF അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അജയ്, സുധാ, ബിജു? ഈ ഹമാസിന്റെ ഏറ്റവും പ്രധാനിയാണ് ഇസ്രാ അൽ ദിൻ എന്ന് മനസ്സിലാക്കുന്നു. ഇയാളാണ് പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾക്കും വലിയ ക്രൂരതകൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്.
ഈ ഇസ അൽദിൻ എന്ന് പറയുന്ന ഭീകരനെ 1980-കൾക്ക് ശേഷമാണ് ഈ ഹമാസിലേക്ക് വരുന്നതും അതുപോലെ ഇയാളുടെ ഒരു പ്രത്യേകത അവിടുത്തെ മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെ ബന്ധം പുലർത്തി അധികാര ശ്രേണിയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അത് കാരണം തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക മേധാവിയായിട്ടുള്ള മുഹമ്മദ് സിൽവാർ കൊല്ലപ്പെട്ടതിന് ശേഷം ഇയാൾ ആ ഒരു സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും. ഇപ്പോൾ എന്തായാലും സെപ്റ്റംബറിൽ 7 നടന്നിട്ടുള്ള ഈ ഇസ്രായേൽ നടന്നിട്ടുള്ള ആ ഒരു വ്യാപക ആക്രമണത്തിന് പിന്നിൽ ഇയാളും ഭാഗമായിരുന്നു എന്നാണ് നിലവിൽ ഇപ്പോൾ IDF-ന് ലഭിച്ചിട്ടുള്ള വിവരം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇയാളെ ട്രാക്ക് ചെയ്യാൻ നേരത്തെ തന്നെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ എന്തായാലും മേഖലയിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗാസയിൽ നേരത്തെ വെടിനിർത്തൽ കാരണം നിർത്തിവെച്ചിരുന്ന ആ ആക്രമണങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഇസ്രായേൽ വീണ്ടും ആരംഭിച്ചിരുന്നു. പല മേഖലകളിലും ഇത്തരത്തിൽ ഈ ഹമാസിൻ്റെ ഭാഗത്തുള്ള തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ അവർ ഊർജിതമാക്കിയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഗാസ സിറ്റിയിൽ നടന്നിട്ടുള്ള ഒരാക്രമണത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇയാൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ IDF പുറത്തുവിട്ടിട്ടുള്ളത്. പക്ഷേ ഇയാൾ മാത്രമല്ല 11 പലസ്തീനികൾ ഉൾപ്പെടെ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 60ഓളം നിരപരാധികൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഇത് കാരണം ശരി അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇയാളെ കുറിച്ച് പരിശോധിച്ചാൽ ആരാണ് ഇസ്രുദ്ദീൻ അൽ ഹദ്ദാദ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇയാൾ ഗാസയിലെ അവസാനത്തെ മുതിർന്ന സൈനിക കമാൻഡറാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ യഹിയ സിൻവാറും സഹോദരൻ മുഹമ്മദ് സിൻവാറും നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇയാൾ മേധാവിയായി ചുമതലയേറ്റത്. അൽ ഖസാമിൻ്റെ ഭൂതം എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. അത്രത്തോളം വലിയ ക്രൂരനായിരുന്നു. ഇസ്രായേലിൻ്റെ പല വധശ്രമങ്ങളിൽ നിന്നും ഇയാൾ മുൻപ് രക്ഷപ്പെട്ടിരുന്നു. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇസ്രായേൽ $7,50,000 പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു. ഇയാളുടെ 2 മക്കളും മുൻപ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു പശ്ചാത്തലം ഉണ്ട്. മുഹമ്മദ് സിൻവാറിന് പകരമായി നേരത്തെ പറഞ്ഞതുപോലെ തലപ്പത്തെത്തിയ ശേഷം മുതൽ നിരവധി ക്രൂര പ്രവർത്തനങ്ങൾ ഇയാളുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിൽ പ്രധാനം ഈ മനുഷ്യ കവചമായി ബന്ദികളെയൊക്കെ ഉപയോഗിക്കുകയും അതിന് വിസമ്മതിക്കുന്നവരെ കൊലപ്പെടുത്തുകയും മറ്റും ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു ഇയാൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ട്രംപിൻ്റെ പല കരാറുകളും യുദ്ധത്തിന് ശേഷമുള്ള പല കരാറുകളും ഇരുപക്ഷവും അംഗീകരിച്ചാൽ പോലും അത് സ്തംഭനാവസ്ഥയിൽ തുടരുന്നതിന് കാരണക്കാരൻ കൂടിയാണ് ഇയാൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഇസ്രായേൽ പറയുന്നത് ആയിരക്കണക്കിന് ഇസ്രായേലി പൗരന്മാരെയും സൈനികരെയും കൊലപ്പെടുത്താനും തട്ടിക്കൊണ്ടുപോകാനും പീഡിപ്പിക്കാനും ഇയാൾ പലപ്പോഴും കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ ഒരു എതിരാളിയാണ് അവർ കൊലപ്പെടുത്തിയത് എന്ന അവകാശവാദം കൂടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്.